ഈ അസ്ട്രോളജി വളരെ ഗൗരവത്തിൽ പഠിക്കുകയും ഒരുപക്ഷെ ലോകത്ത് തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ട്രോളജർമാരൊക്കെ ഉള്ള നാടാണ് ഒരു കേരളം. അങ്ങനെ രാജ്യത്ത് പ്രധാനപ്പെട്ട അസ്ട്രോളജർമാർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കള്ളന്മാർ എന്നാണ് അതിനർത്ഥം. അതായത് ഈ കോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഹയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തവണ നോക്കാൻ ഒരു സിറ്റിങ്ങിന് ചിലപ്പോൾ ലക്ഷങ്ങൾ വാങ്ങുന്ന അസ്ട്രോളജർമാരുള്ള നാട് തന്നെയാണ് നമ്മുടെ രാജ്യം, ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. അതിന് വിഡ്ഢികളായിട്ടുള്ള പണക്കാരില്ലേ, അവരെ പറ്റിക്കാൻ അങ്ങനെ പറഞ്ഞാൽ മതി. വളരെ അർപ്പണബോധത്തോടെ അസ്ട്രോളജി പഠിക്കുകയും താല്പര്യപൂർവ്വം മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന നല്ലവരായ അസ്ട്രോളജർമാർക്കൊക്കെ അപമാനമാണ് ഇതുപോലത്തെ ഫ്രോഡുകളൊക്കെ. നല്ലവരായ എന്ന് അടിവാരായിട്ട് പറയുന്നു വേണ്ട, ഈ ലോകത്തുള്ള എല്ലാ അസ്ട്രോളജർമാരും ആൾദൈവങ്ങളും ഒക്കെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. അതിപ്പോൾ യവനാണെങ്കിലും ശരി, എത്ര ടോപ്പിൽ നിൽക്കുന്നവനാണെങ്കിലും, ഇവിടെ ലോക്കൽ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നവനാണെങ്കിലും ശരി, ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു മനുഷ്യൻ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ വിവരം കിട്ടാനോ ആശ്വാസം കിട്ടാനോ വേണ്ടി നമ്മൾ തേടിപ്പിടിക്കുന്ന കച്ചിത്തുരുമ്പുകൾ എന്ന കണക്കിലുള്ള പിടിവലികളൊക്കെ ഇതുപോലത്തെ ഫ്രോഡുകളായിരിക്കും. എത്ര മനുഷ്യരെ ഇയാൾ പറ്റിച്ചിട്ടുണ്ടാവും ഒരു കുട്ടിയോട്. നമ്മൾക്കൊരു ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴും നമുക്ക് അതിന്റെ പരിഹാരം ഇവർ കൊണ്ട് തരുന്നതാണ് പറയുന്നത്. ശരിക്കുള്ളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പരിഹാരം ആരും കൊണ്ട് തരില്ല. നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ ഇടപെട്ടാൽ മാത്രമേ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു ബാഹ്യശക്തിയോ ഒരു ഗ്രഹം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഒരു നക്ഷത്രം ഇങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പരിപാടി നടക്കില്ല. ഈ അസ്ട്രോളജി എന്ന് പറയുന്ന സാധനത്തിൽ 1% പോലും ഒരു സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ഇന്ന് ആകാശത്ത് രാത്രി നോക്കുമ്പോൾ കാണുന്ന സ്റ്റാർസ് എന്ന് പറയുന്നത് ശരിക്കും ആ പൊസിഷനിലൊന്നും അല്ല. അത് 500 വർഷം 1000 വർഷം മുമ്പുള്ള ലൈറ്റ് അതിന്റെ പൊസിഷനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതിന്റെ പൊസിഷൻ എവിടെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം മനുഷ്യൻ്റെയൊക്കെ ഈ സാങ്കേതിക വിദ്യയിൽ ടെക്നോളജിയിലൊക്കെ വളർച്ച നോക്ക്. ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലാബിലാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നത്. നമ്മൾ ഇന്റർനെറ്റ് 5G ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അസ്ട്രോളജർമാർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടർ വഴി ജ്യോതിഷം നോക്കി കൊടുക്കുന്നു, ജാതകം നോക്കി കൊടുക്കുന്നു, ഗ്രഹനില മറ്റു പരിപാടികളൊക്കെ നോക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ട്, ഈ പുരോഹിത വർഗം, ഈ പറയുന്ന അസ്ട്രോളജർമാർ, സ്വാമിമാരെ കൊണ്ട് ഒരു മാനവരാശിക്ക് ഉപകാരമുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവരെയാണ് എടുത്തിട്ട് നല്ലവരുണ്ട് ചീത്തയുണ്ട് എന്ന് പറയുന്നത്. നാണമില്ലാത്ത മാധ്യമ പ്രവർത്തനം, അത്രേ പറയാൻ പറ്റുള്ളൂ. കുട്ടിയോട് മോശമായി പെരുമാറിയത് പരാതിയായപ്പോൾ മാത്രമാണ് ഇയാളെ പോലുള്ള തട്ടിപ്പുകാരുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. അവിടേക്ക് പ്രകടനം നയിച്ച് മുഴുവൻ ആളുകൾ ഇത്രയും കാലം ഇയാൾ പ്രവർത്തിക്കുന്നത് കാണാതിരുന്നാൽ ഇപ്പോഴാണ് പ്രതികരിക്കാൻ ഒരു അവസരം ഉണ്ടായെന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അസ്ട്രോളജർമാരുണ്ടാവും, സ്വാമിമാരുണ്ടാവും, പള്ളിയിലച്ചന്മാരുണ്ടാവും, അതുപോലെ ഉസ്താദുമാരുണ്ടാവും. ഈ രോഗമൊക്കെ മാറ്റി കൊടുക്കുന്ന ആൾക്കാരെ സ്വാമിമാർ ഒരുപാട് പേരുണ്ട്. ഇതായത് മോഡേൺ സയൻസിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മോഡേൺ സയൻസിനെ കൊണ്ട് മാറ്റാൻ സാധിക്കാത്ത രോഗങ്ങൾ അടക്കം മാറ്റി കൊടുക്കാൻ കഴിവുള്ള, തൊട്ട് മാറ്റി കൊടുക്കാൻ കഴിവുള്ള പവർഫുൾ ആയിട്ടുള്ള പാസ്റ്റർമാരെയൊക്കെ നമ്മൾ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എന്തോരം പാവം പിടിച്ച ജനങ്ങളെയാണെന്ന് പറയുമോ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു ഡാഷും കൊണ്ട്. ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ദൈവം ഉണ്ടെന്ന് ഒരു വിശ്വാസമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ പാവം പിടിച്ച ജനങ്ങളെ ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കി പറ്റിച്ച് ജീവിക്കണം ഈ ഒരു വലിയൊരു വർഗം എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക, ഞാൻ എവിടെ കേട്ടൊരു കാര്യം പറയാം. ഈ ലോകത്തിലുള്ള എല്ലാ ദൈവവിശ്വാസികളും ശരിക്കും പറഞ്ഞാൽ ഇരകളാണെന്ന്, മതത്തിന്റെ പുരോഹിത വർഗത്തിന്റെ ഇരകൾ മാത്രമാണെന്ന്.